തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യ മണിക്കൂറുകളിലെ പോളിംഗ് പുരോഗമിക്കുന്നു. ഏറെക്കുറെ 1.25 മണിക്കൂറിനോട് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഏകദേശം 10% രീതിയിൽ മികച്ച പോളിംഗ് എന്ന് പറയാം അല്ലെ? ഒരു മണിക്കൂറിലേ ആയിട്ടുള്ളൂ. എറണാകുളത്തേക്ക് പോകാം. പറവൂരിൽ നിന്നും നട്രാജ് പരശുറാം ചേരുന്നു. നട്രാജ്, പറവൂരിൽ ഏത് ബൂത്തിൽ ഏത് സ്റ്റേഷനിലാണ് ഉള്ളത്? എത്ര കണ്ട് തിരക്ക് അവിടെ ഉണ്ട്? എന്താണ് എറണാകുളത്തെ പൊതുവിലുള്ള ഒരു ചിത്രം? വോട്ടർമാർ വോട്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് വന്നു തുടങ്ങുകയാണ്. പുലർച്ചെ ഉള്ള ആ ഒരു തിരക്കിന് ശേഷം മെല്ലെ വീടുകളിലെ കാര്യങ്ങൾക്ക് ശേഷം വോട്ടർമാർ മെല്ലെ വോട്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. പറവൂർ സമൂഹം സ്കൂളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ നിരവധി വോട്ടർമാർ എത്തിയിട്ടുണ്ട്. നിരവധി പേർ ഇനിയും വരുമെന്നാണ് കരുതുന്നത്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം UDF ആധിപത്യമുണ്ടെന്ന് കരുതപ്പെടുന്ന ജില്ലയാണെങ്കിലും പല ഭാഗങ്ങളിലും LDF വലിയ പോരാട്ടം നടത്തുന്നു. പ്രത്യേകിച്ച് ഇത്തവണ കൊച്ചി കോർപ്പറേഷന്റെ ഭരണം LDF നിന്നും പിടിച്ചെടുക്കണമെന്ന് UDF വലിയ രീതിയിൽ ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ജില്ലാ പഞ്ചായത്തിലാണെങ്കിൽ വലിയ രീതിയിൽ UDF ഭരിക്കുന്നുമുണ്ട്. ഇത്തരത്തിൽ എന്തായാലും വലിയ പോരാട്ടം നടക്കുന്ന ഒരു ജില്ല എന്ന നിലയിൽ വലിയ ഒരു മത്സരം തന്നെ ഇരു മുന്നണികൾക്കിടയും കാണുന്നു. പല ഭാഗങ്ങളിലും 2020 പോലെയുള്ള പ്രസ്ഥാനങ്ങളും മത്സരിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ വോട്ടർമാർ ക്യൂവിലുണ്ട്. ചേട്ടാ, രാവിലെ തന്നെ വോട്ട് ഇറങ്ങി? രാവിലെ കുറച്ചേരെ വന്നിട്ട് 10-15 മിനിറ്റ് ആയിട്ടുള്ളൂ. എറണാകുളത്തൊരു ഇതെങ്ങനെ പ്രാദേശിക വിഷയങ്ങളാണോ മനസ്സിൽ? വോട്ട് ചെയ്യും എന്നാണ് മനസ്സിലുള്ളത്? അതായത് പ്രാദേശികമായിട്ടുള്ള ആൾക്കാരെ ഉദ്ദേശമല്ല അങ്ങനെയൊക്കെ. ഒരു നിയമസഭാ ഇലക്ഷനോ പാർലമെന്റ് ഇലക്ഷനോ അല്ലല്ലോ. പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് തന്നെ വോട്ട് ചെയ്യാം. അപ്പോൾ കുറെ ശബരിമല പോലെ കുറെ വിഷയങ്ങൾ കിടക്കുന്നുണ്ടെന്ന് പലരും പറയുന്നു. അങ്ങനെ വേറെ വിഷയങ്ങളൊക്കെ നിങ്ങളെ സ്വാധീനിക്കുമോ? ഒരു പരിധിവരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് വോട്ടിംഗ് ദിനത്തിൽ എന്താണ് പറയാനുള്ളത്? ഇല്ല, സാധാരണ പോലെ തന്നെ രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്, പ്രാദേശിക വിഷയങ്ങളുണ്ട്, പിന്നെ വ്യക്തിപരമായിട്ടുള്ള ഇതുമായിട്ട് ഇലക്ഷൻ അല്ലേ, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. വലിയ വെയിലോ മഴയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വോട്ടിംഗ് ഇറങ്ങാൻ മടിയൊന്നുമില്ല അല്ലേ? ഇല്ല, നല്ല കാലാവസ്ഥയാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല. എന്നാ ചേട്ടാ ഇലക്ഷന്റെ ആസ് യൂഷ്വൽ എല്ലാ ദിവസവും നേരത്തെ വരിക, വോട്ട് ചെയ്യുക, ഫിനിഷ് ചെയ്യുക, പോവുക. എന്തായാലും വലിയ രീതിയിൽ ഈ ഭാഗത്തേക്ക് ആളുകൾ വന്നു തുടങ്ങുന്നുണ്ട്. ഇപ്പം അധികം സമയമായിട്ടില്ല, കുറച്ചുകൂടി കഴിയുന്നതോടെ ഏതാണ്ട് 10 മണി കഴിയുന്നതോടുകൂടി കൂടുതൽ വോട്ടർമാരെത്തുമെന്നും കൂടുതൽ വോട്ടിംഗ് നടക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം നടരാജ് പരശുറാം, മീഡിയ 1. പറവൂരിൽ നിന്നാണ് നടരാജ് പരശുറാം വിവരങ്ങൾ നൽകിയത്. ഈ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ 1.5 മണിക്കൂർ പിന്നിടുന്നതേ ഉള്ളൂ. അതിൻ്റെതായ ഒരു ആലസ്യം ആളുകളിലുമുണ്ട്. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കൂടുതൽ ആളുകളൊക്കെ എത്തിച്ചേരുമായിരിക്കും. എന്തായാലും ആദ്യ 1 മണിക്കൂറിൽ ഭേദപ്പെട്ട പോളിംഗ് എന്ന വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമാക്കുന്നത്. കഴിഞ്ഞ കുറി നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ 76.2% പോളിംഗ്. 2015 അപേക്ഷിച്ച് 1.5% കുറവായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കുറി ആദ്യ മണിക്കൂറിൽ എത്ര പോളിംഗ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അത് കിട്ടിയാൽ പറയാം. അപ്പോൾ കഴിഞ്ഞ തവണ മൊത്തം 76.2% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ അതിൽ 40.2% പെർസെന്റേജ് വോട്ടും LDF നേടുന്നു. 37.9% UDF നേടുന്നു. NDA 15.0% മാത്രമായിരുന്നു. അതിൽ ഒരു ഏറ്റക്കുറച്ചിൽ ഇക്കുറി ഉണ്ടാകുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.